ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പ്രതികരിക്കാതെ രഞ്ജിത്ത്, കൊച്ചിയിലേക്ക് പോലീസ് സംഘം യാത്ര തിരിച്ചു. ലൈംഗിക പീഡന പരാതിയിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തുമായി പോലീസ് സംഘം കൊച്ചിയിലേക്ക് തിരിച്ചു. തൊടുപുഴയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത രഞ്ജിത്തിനെ തുടർ നടപടികൾക്കായാണ് കൊച്ചിയിലെത്തിക്കുന്നത്. ഇന്നു തന്നെ കോടതിയിൽ ഹാജരാക്കുവാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. തൊടുപുഴയിൽ നിന്നും ഏകദേശം 1.5 മണിക്കൂറെടുക്കും കൊച്ചിയിലേക്ക്. അന്വേഷണ ചുമതല നൽകിയിരിക്കുന്ന ഉദയം പേരൂർ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് എത്തിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്തിനെ ഉടൻ കൊച്ചിയിലെത്തിക്കും. പീഡനക്കേസിൽ അറസ്റ്റിലായ രഞ്ജിത്തിനെ നടപടികൾ പൂർത്തിയാക്കി കൊച്ചിയിലേക്ക് കൊണ്ടുവരും. നിലവിൽ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ് സംവിധായകൻ. എറണാകുളത്ത് നിന്നുള്ള പ്രത്യേക പോലീസ് സംഘം തൊടുപുഴയിലെത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ രഞ്ജിത്തിനെ എറണാകുളത്തേക്ക് കൊണ്ടുപോകും. 2 ദിവസം മുൻപാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവനടിയുടെ നേരിട്ടുള്ള പരാതി ലഭിച്ചത്. രഹസ്യമൊഴിയടക്കം രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തത്. എറണാകുളം വനിതാ പോലീസാണ് കേസിൽ FIR ഇട്ടത്. രഞ്ജിത്ത് മുങ്ങുമെന്ന സൂചന ലഭിച്ചതോടെ കോട്ടയത്ത് നിന്നും ഇടുക്കിയിലേക്ക് പോകും വഴി വാഹനം തടഞ്ഞ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കൃത്യമായ ഓപ്പറേഷന്റെ ഭാഗമായാണ് അറസ്റ്റ്. സൌദിയുടെ തൊഴിൽ വിപണിയിൽ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തത്തിൽ വർധന. സൌദി അറേബ്യയുടെ തൊഴിൽ വിപണിയിൽ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തത്തിൽ വർധന. 2025 4ാം പാദത്തിലെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ആകെ തൊഴിലില്ലായ്മ നിരക്ക് 3.5% മാറ്റമില്ലാതെ തുടരുകയാണ്. സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 7.2% കുറഞ്ഞപ്പോൾ മൊത്തം തൊഴിൽ പങ്കാളിത്ത നിരക്ക് 67.4% ഉയർന്നു. FCRA ബിൽ ആശങ്കകൾ പരിഹരിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് സീറോ മലബാർ സഭ. FCRA ബില്ലുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് സീറോ മലബാർ സഭ. നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്തുന്ന സേവനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ദ്രോഹമാണെന്നാണ് സഭയുടെ വിമർശനം. ചെറിയ പിഴവുകൾ ചൂണ്ടിക്കാട്ടി ലൈസൻസ് റദ്ദാക്കുകയും ആസ്തികൾ കണ്ടുകെട്ടുകയും ചെയ്യുവാനുള്ള നീക്കം സംശയാസ്പദമാണെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വാർത്താക്കുറിപ്പിലൂടെ വിമർശിച്ചു. പൊതുനന്മ പരിഗണിച്ച് പാർലമെന്റിൽ വിഷയം ചർച്ച ചെയ്യണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ആവശ്യപ്പെട്ടു. പുതിയ സാമ്പത്തിക വർഷം നാളെ തുടങ്ങാനിരിക്കെ ആദായ നികുതി രംഗത്ത് നിരവധി മാറ്റങ്ങൾ. നാളെ മുതൽ തന്നെ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും. പുതിയ ആദായ നികുതി നിയമമാകും ഇന്ന് മുതൽ നടപ്പിലാക്കുക. ഒറ്റ ടാക്സ് ഇയർ, ITR ഫയൽ ചെയ്യുവാനുള്ള പുതിയ ഡേറ്റ്, HRM ക്ലെയിം ചെയ്യുവാനുള്ള രീതിയിലെ മാറ്റങ്ങൾ മുതലായവയാണ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരിക. ഇതുകൂടാതെ പാൻ കാർഡ് എടുക്കുന്നതിനുള്ള രീതികളിലും ATM സർവീസ് ചാർജുകളിലും നാളെ മുതൽ മാറ്റങ്ങളുണ്ടാകും. പാൻ നിയമങ്ങൾ ഇന്നു മുതൽ കർശനമാക്കുകയാണ്. പാൻ കാർഡ് എടുക്കുവാൻ ഇനി മുതൽ ആധാർ മാത്രം പോരാ. പാൻ കാർഡ് എടുക്കുവാൻ പ്രത്യേക അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകേണ്ടി വരും. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും സമർപ്പിക്കേണ്ടി വരും. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. രഞ്ജിത്തിന്റെ രക്തസമ്മർദ്ദം ഉയർന്ന നിലയിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ തുടരുന്നു. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്ത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ. രക്തസമ്മർദ്ദം ഉയർന്ന അളവിലായതിനെ തുടർന്നാണ് രഞ്ജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രഞ്ജിത്തിന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് രഞ്ജിത്തിന്റെ മൊഴി. എന്നാൽ രഞ്ജിത്തിനെതിരെ തെളിവുകളുണ്ടെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. സംഭവ സമയത്ത് സിനിമാ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നവരെ വിശദമായി ചോദ്യം ചെയ്യുവാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സുഹൃത്തിനെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച യുവാവ്. വിശാഖപട്ടണത്ത് ക്രൂരകൃത്യം. ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണത്ത് ക്രൂര കൊലപാതകം. സുഹൃത്തിനെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിലും സ്യൂട്ട് കേസിലുമായി സൂക്ഷിച്ചു. വിശാഖപട്ടണം സ്വദേശി മോണിക്കയാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് നേവി ഉദ്യോഗസ്ഥനായ രവീന്ദ്രയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.